ഹലോ ഗൈസ്, എന്റെ ഇരിക്കുന്ന ഫോണാണ് റിയൽമി 14 Pro Lite. ഇത് ശരിക്കും പറഞ്ഞാൽ റിയൽമി എന്റെ 6 മാസം മുമ്പേ 13 Pro എന്ന് പറഞ്ഞ് ഇറക്കിയ ഫോണാണ് അവർ വീണ്ടും ഇപ്പൊ 14 സീരീസിനകത്ത് 14 Pro Lite എന്ന് പറഞ്ഞ് ഇറക്കിയിരിക്കുന്നത്. അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഇതാണ് ഫോൺ. ഗ്ലാസ് ഗോൾഡ് എന്ന് പറഞ്ഞൊരു കളറാണ്. ഇതിന്റെ കേസ് ഇതിന്റെ കൂടെ കിട്ടുന്നതാണ് ഞാൻ എടുത്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ. ഇതിൽ നല്ലൊരു ടെക്സ്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ തിരമാല, മണ്ണോ, സാൻഡോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ, അവർക്ക് പറഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടെക്സ്ചറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു റൗണ്ട് ക്യാമറയാണ് ഇവിടെ വരുന്നത്. അതിൽ സൈഡ് നല്ല ഗോൾഡൻ കളറിലൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പർ ഇമേജ് പ്ലസ് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട്. അതിന്റെ വല്ല കളർ ട്യൂണിങ് ആണെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. സോണിയുടെ L80 ക്യാമറ സെൻസർ ആണ് പറഞ്ഞത്. പ്രൈമറി ലെൻസ് ആയിട്ട് ഒരു മാക്രോ ഉണ്ട്, വൈഡ് ആംഗിളിന്റെ ഒരു ലെൻസ് ഉണ്ട് 8 MB. അതിന്റെ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ മെറ്റൽ ഫ്രെയിം ആണ് വരുന്നത്. ഡിസ്പ്ലേ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 6.7 ഇഞ്ച് പറഞ്ഞ 1.7 ഇഞ്ചിന്റെ 120 ഹെർട്സ് ഡിസ്പ്ലേ ആണ് വരുന്നത്, AMOLED. അതുപോലെ തന്നെ ഇൻ ഡിസ്പ്ലേയിലാണ് ഫിംഗർ പ്രിന്റ് സ്കാനർ പറഞ്ഞാൽ അത് അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ഇതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറഞ്ഞ ഫോണുകളിൽ കാണുന്ന പൊസിഷനിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എന്റെ ഇരിക്കുന്ന OnePlus എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മുകളിലാണ്, കുറച്ചുകൂടെ മുകളിലാണ്. അതിന്റെ എളുപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് താഴോട്ട് അപ്രോച്ച് അധികം ചെയ്യാനായിട്ട് ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. അതിനേക്കാളും കറക്റ്റ് മുകളിലാണ്. ഇതിൽ ഔട്ട് ഓഫ് ദി ബോക്സ് പറഞ്ഞാൽ റിയൽമി 5 ആൻഡ്രോയിഡ് 14 ആണ്. ആക്ച്വലി ഇപ്പോൾ എല്ലാ ഫോൺസിലും ആൻഡ്രോയിഡ് 15 വന്നു കഴിഞ്ഞു. ഈവൻ എൻ്റെ ഒരു റിയൽമി 10 Pro Plus ഉണ്ട്. അതിൽ പോലും ഇപ്പൊ ആൻഡ്രോയിഡ് 15 കഴിഞ്ഞ ദിവസം വന്നായിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇതിനകത്ത് കൊടുക്കാത്തതെന്ന് എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. ഞാൻ അതിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. അത് ഉടൻ കൊടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടായിരുന്നു. ഒന്ന് നിങ്ങൾക്ക് അറിയാന്നുള്ളത് തന്നെ റിയൽമിയാണ്, ബ്ലോഡ് വെയർസിന്റെ അയ്യര് കളിയാണ്. പിന്നെ മറ്റേ ആഡ്സ് ഉണ്ട്, ആപ്പ് മാർക്കറ്റ്, ഇന്റർനെറ്റ് ബ്രൗസർ, മറ്റത് മറിച്ചത് എല്ലാം എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ പിടിച്ച് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇതിനകത്ത് മറ്റേ ഗെയിം, മറിച്ച ഗെയിം, ഹോട്ട് ഗെയിംസ് എല്ലാം ഉണ്ട്. ഹോട്ട് ഗെയിംസ് മാറ്റാനായിട്ട് അത് ലോങ് പ്രസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആപ്പ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഒരു ആപ്പ് ഉണ്ട്, അതിനകത്ത് കയറിയിട്ട് സെറ്റിംഗ്സിൽ പോയിട്ട് അത് ഡിസേബിൾ ചെയ്തിടുക, ഓഫ് ചെയ്തിടുക, ഹോട്ട് ഗെയിംസ്. എന്നിട്ട് ഈ ആപ്പ് മാർക്കറ്റിന്റെ സെറ്റിംഗ്സിനകത്ത് പോയിട്ട് ആപ്പ് മാർക്കറ്റ് തന്നെ അങ്ങ് ഡിസേബിൾ ചെയ്തിട്ട് അയക്കുക. അതിൽ നിന്ന് അപ്പോൾ നോട്ടിഫിക്കേഷൻസ് വരത്തില്ല. ഇന്റർനെറ്റ് ബ്രൗസർ ഉണ്ട്, അതും ഡിസേബിൾ ചെയ്തിടുക, ഓഫ് ചെയ്തത്. അത് പോരാഞ്ഞിട്ട് ഇതിനകത്ത് നമ്മളിപ്പോ കീബോർഡ് എടുക്കുമ്പോ, കീബോർഡ് അല്ല, നമ്മൾ ആപ്പ് ഡ്രോയർ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു കീബോർഡ് വരും. ആ കീബോർഡിന്റെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സിന്റെ ഓപ്ഷൻ ഉണ്ട് നമ്മൾ ഹോം സ്ക്രീനിൽ. അത് എടുത്തിട്ട് അത് ഓഫ് ചെയ്തിടുക. ആപ്പ് സജഷൻസ് ഉണ്ട്, അതും ഓഫ് ചെയ്തിടുക. ഗ്ലാൻസ് ഉണ്ട്, അതും ഓഫ് ചെയ്തിടുക. അത് ഡിസേബിൾ ചെയ്യാൻ പറ്റും. സെറ്റിംഗ്സിനകത്ത് പോയി കഴിഞ്ഞാൽ ഗ്ലാൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്ക് ഫോൺ അത്യാവശ്യം ക്ലീൻ ആയി. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകൾ മാത്രം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൂഗിൾസിന്റെ യൂഷ്വൽ ആപ്സ് ആണ് വരുന്നത്. ഞാൻ ഇതിന്റെ സോഫ്റ്റ്വെയറിൽ കൊണ്ട് 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഈ ഒരു ലേ ഔട്ട് മാറ്റുന്ന സമയത്ത് 4x6, 5x6 മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ അതേസമയം നമ്മളുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പറഞ്ഞിട്ട് റിയൽമിയുടെ തന്നെ ഫോൺസിനകത്ത് പലതിനകത്തും 5x5, 4x5 അങ്ങനെ ലേഔട്ടുകൾ മാറ്റാൻ പറ്റും. ഇതിനകത്ത് എന്തുകൊണ്ട് ഈ 2 ലേഔട്ട് മാത്രം ഉള്ളോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. അത് നോക്കേണ്ടിയിരിക്കണം. അത് എനിക്ക് തോന്നി ഇനി റിയൽമിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ ചിലപ്പോൾ ഫിക്സ് ചെയ്യുമായിരിക്കും. അത് പോരാഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ അൺലോക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരു അനിമേഷൻ സാധാരണ ചില റിയൽമി ഫോൺസിനകത്ത് വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു എല്ലാ റിയൽമി ഫോൺസിനകത്തോട് കൊടുത്തിട്ടില്ല. അതും ഞാൻ ഇതിനകത്ത് കണ്ടില്ല. അതായത് ഇങ്ങനെ നല്ലൊരു രസമായിട്ട് എന്റെ OnePlusലൊക്കെ അതുണ്ട്, അത് കാണുന്നില്ല. അല്ലാതെ എനിക്ക് സോഫ്റ്റ്വെയറിൽ വേറെ ലാഗോ ബഗ്ഗോ അങ്ങനെ ഒന്നും കണ്ടില്ല. നമുക്ക് ഡാർക്ക് മോഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. അതെവിടെ എല്ലാം ഉണ്ട്. ഇതിപ്പോ ഞാൻ ഒരാഴ്ചയായിട്ട് ഫോൺ യൂസ് ചെയ്യുകയാണ്, ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് പറഞ്ഞത്. ഈ പറയുന്ന ആപ്പ് ഡ്രോയർ എടുക്കുന്ന സമയത്ത് ഇതിന്റെ ലേഔട്ട് മാറ്റാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് ഞാൻ കണ്ടു. അതൊക്കെ ചിലപ്പോൾ റിയൽമി അടുത്ത അപ്ഡേറ്റ് വഴി അത് മാറ്റുന്നതായിരിക്കും. ഇനി അപ്ഡേറ്റ് അപ്പോൾ വരണമെന്ന് റിയൽമി കൂടെ തീരുമാനിക്കണം. നിങ്ങൾ കാണുന്ന പോലെ റിയൽമി UI 5 ആണ് ഇതിനകത്ത് പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇതിനകത്ത് എക്സ്പാൻഡബിൾ റാം ഉണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഇൻബിൽട്ട് ആയിട്ട് പറഞ്ഞത് 8 GB റാം 256 GB സ്റ്റോറേജ് പറഞ്ഞ വേരിയന്റ് ആണ് എന്റെ ഇരിക്കുന്നത്. എന്നാൽ ഇതിൽ തന്നെ 128 GB പറഞ്ഞ വേരിയന്റും ഉണ്ട്. UFS 3.1 സ്റ്റോറേജ് ആണ് പറഞ്ഞത്. LPDDR4X ആണ്. പിന്നെ ഇതിനകത്ത് എക്സ്പാൻഡബിൾ റാം ഉണ്ട്. നിങ്ങളുടെ റാമിന് പ്രശ്നം വരും എന്നുള്ളത് ഏറ്റവും ഹൈ ചാൻസ് ആണ്. സോ അതങ്ങ് ഓഫ് ചെയ്തിടുക. അത് യൂസ് ചെയ്യല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. 5200 mAh ബാറ്ററിയാണ് വരുന്നത്. നോർമൽ ലിഥിയം അയോൺ ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം ചാർജ് നിൽക്കും. സ്നാപ്ഡ്രാഗൺ 7S Gen 2 ചിപ്സെറ്റ് ആണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന സ്നാപ്ഡ്രാഗൺ ആണ്. ഞാൻ സ്നാപ്ഡ്രാഗൺ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് MediaTekനേക്കാളും. ഹീറ്റിംഗ് കാര്യങ്ങളൊന്നും ഞാൻ അതിനകത്ത് ഫേസ് ചെയ്തില്ല. ഗെയിം കളിക്കുമ്പോഴത്തേക്ക് ആസ് യൂഷ്വൽ സാധാരണ ഫോൺ എങ്ങനെയാണ് ചെറിയ ഹീറ്റ് വരണം, അതുപോലെ ഒരു ഫാമാണ് ഇതിനകത്ത് ഞാൻ ഫേസ് ചെയ്തത്. അത് പോരാഞ്ഞിട്ട് ക്യാമറയുടെ ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ 50 MB സോണിയുടെ LYT 600 എന്ന് പറഞ്ഞ സെൻസറാണ് മെയിൻ വരുന്നത്. പിന്നെ ഒരു 8 MB വൈഡ് ആംഗിളും 2 MB മാക്രോ ലെൻസ് പറഞ്ഞുണ്ട്. പിന്നെ ഒരു ഫ്ലാഷ് ലൈറ്റും ആണ് പുറകിൽ കാണാൻ സാധിക്കുന്നത്. ഇതിന് തന്നെ വേറൊരു പർപ്പിൾ എന്ന് പറഞ്ഞൊരു കളറും കൂടെ ഉണ്ട്. അതും അത്യാവശ്യം കാണാൻ കൊള്ളാമെന്നുള്ളതാണ്. എനിക്ക് പേഴ്സണലി ഈ കളറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. കുറച്ചുകൂടി ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നല്ല രസമുണ്ട്. ഇത് എവിടെയും വേറെ കണ്ടതുപോലെ എനിക്ക് തോന്നുന്നു. റിയൽമി 13 Proയും ഇതുപോലെയാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. ഒന്നുമില്ല, ഇതാണ് ഇതിന്റെ ബോക്സ്. ഇതില് റിയൽമി 13 Pro എന്നുള്ളത് 14 Pro Lite എന്ന് പറഞ്ഞ് എഴുതി ഇറക്കി.
റിയൽമി എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് എന്നാണ് എനിക്ക് ചോദ്യം. ഈ ഒരേ ഫോണിൽ തന്നെ പല പേരിലും ഇറക്കുന്ന പ്രശ്നം ഒന്ന് രണ്ടൊന്ന് ബ്രാൻഡ്സിനാണ് ഉള്ളത്. ഒന്ന് റിയൽമി, രണ്ട് സാംസങ്. ഇവന്മാർക്ക് രണ്ടിനുമാണ് ഈ പ്രശ്നമുള്ളത്. എന്തിനാണ് ഇറക്കണത്? സാംസങ്ങിനകത്ത് പിന്നെ എം, എഫ്, എ എല്ലാം കൂടെ അങ്ങ് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഒരേ ഫോൺ, ഒരേ സാധനം, ഒരു സ്പെക്ക് വെച്ചിട്ട്. ആ സ്പെക്ക് ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ. ഇപ്പൊ അറിഞ്ഞല്ലേ S23 മറ്റേ ഗ്രീൻ ലൈൻ ഇഷ്യൂസ്. ഇപ്പൊ ആൾക്കാർ വിളിക്കുമ്പോൾ പറയണത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന്. ഒരു ആള് ഫോൺ എടുത്തിട്ട് ഫോൺ കൊള്ളൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ നെഞ്ചത്ത് എക്സ്പ്ലനേഷൻ ചോദിക്കാൻ അറിയാം. ഞാനൊന്നും പറയണില്ല, വലിയ കമ്പനിയാണെന്ന്. ഇപ്പൊ പറയണവര് സാംസങ്ങിന് എടുത്ത് തലയെ വെച്ചോണ്ട് എന്താണ് അതിനകത്ത് ഇരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഇത്ര മാത്രം എടുത്ത് തല വെക്കാനായിട്ട്. പിന്നെ റിയൽമി എടുത്ത് എനിക്ക് പറയാനായിട്ടുള്ളത് റിയൽമി തന്നെയാണ്. ഈ പല പേരിൽ പല ഒരേ ഫോണിൽ ഇറക്കണം. എന്തിനാണ് ഈ 13 Pro പറഞ്ഞ ഫോൺ 21,999 രൂപയ്ക്ക് അവിടെ ഉണ്ടാ 8GB 128. അപ്പൊ പിന്നെ എന്തിനാണ് ഈ 14 Pro Lite എന്ന് പറഞ്ഞ ഫോൺ അതേ കളറും അതേ സെയിം ഫോൺ ഒരു പേരിട്ട് ഇറക്കിയിരിക്കുന്നത് അതേ പ്രൈസിൽ? അതിന്റെ ആവശ്യം എന്താണ്? നിങ്ങൾ 13 Pro തന്നെ ഇല്ലെങ്കിൽ 1000 രൂപ കുറച്ച്, അല്ലെങ്കിൽ ആ പ്രൈസ് തന്നെ വിൽക്ക്. നിങ്ങൾക്ക് അവിടെ ഇപ്പൊ 14 Pro എന്ന് പറഞ്ഞ ഫോൺ 26 സംതിങ് പറഞ്ഞുണ്ട്, 29 കഴിഞ്ഞ് കഴിഞ്ഞാൽ 14 Pro Plus പറഞ്ഞുണ്ട്. അപ്പൊ പിന്നെ 13 Pro ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ വീണ്ടും ഒരു പേരിട്ട് ഇറക്കുന്നത്? അപ്പൊ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സാംസങ് പേരൻസ് ഒക്കെ വന്ന് എന്നെ പൂരിത്തെറി പറയുന്നറിയാം. ആകെ കാണുന്നത് 10-50 പേരായിരിക്കും. എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഗ്രീൻ ലൈൻ, പിങ്ക് ലൈനും ഒക്കെ വരുമോ എന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല. അതൊക്കെ പോകെ അപ്ഡേറ്റിലൊക്കെ കൂടെ കാണേണ്ടിയിരിക്കണം. അറ്റ്ലീസ്റ്റ് റിയൽമി, OnePlus, വിവോ ഒക്കെ, IQ ഒക്കെ ആണെങ്കിൽ അവർക്ക് റീപ്ലേസ്മെന്റ് എങ്കിലും കൊടുക്കണം ഫ്രീ ആയിട്ട്. ആപ്പ് ക്ലോസ് ചെയ്യണതും ഓപ്പൺ ചെയ്യണതും എല്ലാം അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെയാണ് പോകുന്നത്. സ്വിച്ചിങ് ബിറ്റ്വീൻ ആപ്സും കാര്യങ്ങളും ലാഗും കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല സ്മൂത്ത് അനിമേഷൻസും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ സ്വിച്ചിങ് ബിറ്റ്വീൻ ആപ്സും വേറെ ഇഷ്യൂസ് ഒന്നും കണ്ടില്ല. കാരണം UFS 3.1 ആണ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ പറഞ്ഞ ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോൺസ് UFS 2.2, അതായത് ഇപ്പം വരാൻ പോകുന്ന IQ C10, നത്തിങ് ഫോൺ 3A, ഇതിലൊക്കെ UFS 2.2 ആണ് ഇരിക്കുന്നത്. എന്താണ് ടെക് പുറകിലോട്ട് ഓടണം. ഇത് ഓരോ ഇയർ മാറുന്നവരും പ്രീമിയമിൽ പറഞ്ഞ ഫീച്ചേഴ്സ് നമ്മൾ മിഡ് റേഞ്ചിലോട്ട് വന്നുകൊണ്ടാണ് ഇരുന്നത്. എന്നാൽ ഇതിപ്പോ നേരെ 2017 ഇറങ്ങി UFS 2.1 വെച്ചാണ് ഇപ്പൊ വിവോ T3, IQ C10, നത്തിങ് ഫോൺ 3A, മറ്റേ മോട്ടറോളയുടെ വേറെ ഏതൊരു സാധനം, അത് പിന്നെ എന്തിനു വേണ്ടി ഇറക്കണ ഫോണുകൾ, അങ്ങനെ എല്ലാം കൂടെ ഇപ്പൊ പുറയിലോട്ട് ടെക് ഓടിക്കൊണ്ടിരിക്കുന്നു. ബാക്ക് ക്യാമറ ഉപയോഗിച്ച് നിങ്ങൾക്ക് 4K 30 FPS വരെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതിന്റെ ഫോട്ടോയും മറ്റേ വീഡിയോ ക്ലാരിറ്റി ഒക്കെ ഞാൻ ലാസ്റ്റ് ഇട്ടേക്കാം. അത് പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറയിൽ 4K 30 FPS, അതായത് 22,000 രൂപയുടെ ഈ ഫോണിൽ എന്റെ ഇരിക്കുന്ന OnePlus 12 ഉണ്ടല്ലോ, ഇപ്പൊ ഇറങ്ങിയ 13R 42,000 രൂപയ്ക്ക് ഇറങ്ങിയ 13Rലും 180p 30 FPS ഉള്ളു. 60 FPS പോലും ഇല്ല. എന്റെ പൊന്ന് OnePlus, ഞാൻ ഒന്നും പറയണില്ല. അടുത്തവന്മാര് BP കൂട്ടാനായിട്ട് ഇറങ്ങിക്കോളും ഓരോരുത്തന്മാര്. ഫോട്ടോസ് എടുക്കാനും പോർട്രേറ്റ് ഫോട്ടോസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എടുക്കാൻ സാധിക്കും. മെയിൻ ക്യാമറ ഉപയോഗിച്ച് നല്ല രീതിയിലുള്ള ഫോട്ടോസ്, ലോ ലൈറ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോസ് കിട്ടും. പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല ഫോട്ടോസ്, സെൽഫി ക്ലാരിറ്റി കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് കിട്ടുമോ അത് നിങ്ങൾക്ക് ഇതിൽ കിട്ടും. മനസ്സിലായ? അത്യാവശ്യം നല്ല ക്യാമറ, നല്ല ഡിസ്പ്ലേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്രൊസസർ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ആണ്. സ്നാപ്ഡ്രാഗൺ ആണ്. UFS 3.1, 5200 mAh ബാറ്ററി. പെട്ടിക്കകത്ത് തന്നെ ചാർജർ ഉണ്ട്. 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് ആണ് പറഞ്ഞത്. അത് 45 വാട്ട് എന്നുള്ള 65 അറ്റ്ലീസ്റ്റ് ആക്കാമായിരുന്നു എന്ന് എനിക്കൊരു ഒപ്പീനിയൻ ഉണ്ട്. കാരണം പല ആ റേഞ്ചിൽ പറഞ്ഞതിനകത്ത് ചിലതിനൊക്കെ 80 വാട്ടൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അതിനകത്തൊരു ഡ്രോബാക്ക് ആയിട്ട് ഞാൻ എടുത്ത് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സാംസങ് പല മറ്റേ അതിനേക്കാൾ കുറഞ്ഞതും 45 കൊടുക്കുന്നത് ആർക്കും പ്രശ്നമില്ല. വേറെ വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം. അതുകൊണ്ട് ഞാൻ അത് അധികം എടുത്ത് പറയുന്നുമില്ല. ഇതിന്റെ പെട്ടിക്കകത്ത് തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ലൊരു ലെതർ ഒന്നും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കേസ് കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയുള്ള കേസും കാര്യങ്ങളാണ്. അത് നമുക്ക് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ, കേസ് ഇട്ട് കഴിഞ്ഞാൽ ഫോണ് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരിക്കും ഫോണിൽ കേസ് ഇട്ട് കഴിഞ്ഞാൽ. ആൻഡ് ഇതിൽ മറ്റേ സ്റ്റുപ്പിഡ് അടയ്ക്കുന്ന തുറക്കുന്ന സാധനമുണ്ട്. വളരെ ലോചിച്ചിട്ട് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അത് തന്നെയാണ് പെട്ടിക്കകത്ത്. നമ്മൾക്ക് 14 Pro Lite എന്ന് എഴുതിയിട്ടുണ്ട്. മഞ്ഞ കളർ ആസ് യൂഷ്വൽ റിയൽമി 10 Pro Plusന്റെ അതേ പേട്ടി തന്നെയാണ് ഇവിടെ വരുന്നത്. പേര് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു ചാർജർ കിട്ടും. ചാർജർ ഒക്കെ എടുത്തിടേ. PD ചാർജർ ഒന്നുമല്ല പറഞ്ഞത്, USB Type A to Type C ചാർജറാണ് പറഞ്ഞത്. ആൻഡ് അറ്റ്ലാസ്റ്റ് ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 128GB പറഞ്ഞ 8GB RAM 128GB സ്റ്റോറേജ് പറഞ്ഞ റിയൽമി 14 Pro Liteന്റെ വില എന്ന് പറഞ്ഞാൽ 21,999 ആണ്. 8GB RAM 256GB സ്റ്റോറേജ് പറഞ്ഞതിന് 23,999 രൂപ. 24,000 രൂപ എടുത്ത് 1 രൂപ തിരിച്ചു തരും. അപ്പൊ അതൊക്കെയാണ് റിയൽമി 13 Pro അല്ലെങ്കിൽ 14 Pro Lite എന്ന് പറഞ്ഞാൽ. എനിക്ക് വേണമെങ്കിൽ ഇപ്പം റിയൽമി 14 Pro Lite എന്ന് പറഞ്ഞ് ഇങ്ങനെ വീഡിയോ ഇട്ടിട്ട് അടുത്തൊരു റിയൽമി 13 Proയുടെ റിവ്യൂ എന്ന് പറഞ്ഞ് 2 വീഡിയോ ഇടാം. പക്ഷെ എന്തിനാണ് വെറുതെ ആൾക്കാരിട്ട് ഇതാക്കണത്? സോ അതാണ്. അപ്പൊ ഇതാണ് റിയൽമി 13 Pro Lite, അല്ല 14 Pro Lite. ഇതാണ് പ്രശ്നം. എല്ലാം എണ്ണം മറ്റേ M, AI, F, അത് സാംസങ്. ഇതിനകത്ത് മറ്റേ 13 Pro 14 Pro മറ്റേ മറച്ചല്ലോ ഞാറസോ അതെന്ന് പറഞ്ഞ് ഇറക്കി വെച്ചിട്ടുണ്ട്. സോ അതൊക്കെയാണ്. അത്യാവശ്യം ഡീസന്റ് ഫോണാണ്. പിന്നെ സ്പീക്കറിന്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പീക്കർ ക്വാളിറ്റി ആണ് പറയുന്നത്. സ്റ്റീരിയോ സ്പീക്കർ ആണ് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. നീ അത് കേട്ടില്ലെന്ന് ആരും പറയണ്ടല്ലോ. I'm walking alone, street
പിന്നെ ഇതിന്റെ ക്യാമറയ്ക്കകത്ത് സ്ട്രീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ലൈറ്റിന്റെ കാര്യങ്ങൾ നമുക്ക് രാത്രി കാലങ്ങളിൽ വണ്ടികൾ പോകുന്ന ലൈറ്റിന്റെ ഒക്കെ ഫോട്ടോസും കാര്യങ്ങളും അതൊന്നും ഞാൻ ടെസ്റ്റ് ചെയ്തെടുത്ത് നോക്കിയില്ല, അതിന്റെയൊക്കെ എടുക്കാൻ സാധിക്കും. പിന്നെ ഡ്യുവൽ വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട്, സ്ലോ മോഷന്റെ റെക്കോർഡിംഗ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ സ്കേറി മോഡ് എന്ന് പറഞ്ഞാൽ 6 നക്ഷത്ര ഗാലക്സിയിലേക്ക് എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവമാണ്. പിന്നെ മാക്രോയാണ്, ആർക്കും ഗുണമില്ലാത്തൊരു സാധനമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് എല്ലായ്പ്പോഴും എവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ ഇതൊക്കെയാണ് റിയൽമി 14 Pro ലൈറ്റിനെ പറ്റി എനിക്ക് പറയാനായിട്ടുള്ളത്. ഒരാഴ്ച യൂസ് ചെയ്തിട്ടുള്ള എന്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇതെനിക്ക് ഫ്രീ ആയിട്ട് റിയൽമി തന്നതൊന്നുമല്ല. ഈ റേഞ്ചിനകത്ത് വേറെ എനിക്ക് സജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫോൺ എന്ന് പറഞ്ഞാൽ IQ C10 ആണ്. അതിനകത്ത് UFS 2.2. ഞാൻ പറയുന്നത് UFS 2.2 പറഞ്ഞൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടൈം യൂസിന് വരുമ്പോഴത്തേക്ക് ചെറിയ ലാഗ് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സ്വിച്ചിങ് ബിറ്റ്വീൻ ആപ്പ് കുറച്ചുകൂടെ സ്ലോ ആയിരിക്കും. ഞാൻ പറഞ്ഞത് 2017 ഇറങ്ങിയ സാധനമാണ് UFS 2.2. അപ്പൊ അത്രയാണ് എനിക്ക് റിയൽമി 14 Pro ലൈറ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. വളരെ നല്ല ഫോണാണ്, നല്ല ക്യാമറയാണ്, നല്ല ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. ഇനി ചാനൽ ലൈക്ക് ചെയ്യുക, നല്ല സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയെങ്കിൽ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. ബൈ. ഇതാണ് റിയൽമി 14 Pro ലൈറ്റിൻ്റെ ബാക്ക് ക്യാമറ ഉപയോഗിച്ചെടുക്കുന്ന വീഡിയോ. 4K 30 FPS ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും, നേരെ തിരിച്ച് ബാക്കിൽ നിന്നാണ് ലൈറ്റ് വരികയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. OIS ഒക്കെ ഉണ്ട്. പിന്നെ 30 FPS റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് ഇത്ര സ്റ്റെബിലിറ്റി ഒന്നുമില്ല. റിയൽമി 14 Pro ലൈറ്റ് ഉപയോഗിച്ച് ഫ്രണ്ട് ക്യാമറ 4K 30 FPS റെക്കോർഡ് ചെയ്യുന്നതാണ്. സ്റ്റെബിലൈസേഷൻ ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഫ്രണ്ടിൽ നിന്ന് ലൈറ്റ് വന്നാൽ ഇങ്ങനെ, ബാക്കിൽ നിന്ന് ലൈറ്റ് വന്നാൽ ഇങ്ങനെ, കുറച്ചുകൂടി ലൈറ്റ് കൺട്രോളിങ് ഫ്രണ്ട് ക്യാമറയ്ക്കുണ്ട്. ആൻഡ് നമുക്ക് ലെൻസ് ഇപ്പോൾ 0.8x ഞാൻ ഇപ്പോൾ സ്വിച്ച് ചെയ്തിരിക്കുന്നത്. 1x ആയിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബ്ലോഗ് എടുക്കാനൊക്കെ അത്യാവശ്യം നൈസാണ്. 60 FPS ഇല്ല, അതിങ്ങനെ ഇരിക്കും.